കോൺഗ്രസിലെ യുവതലമുറ നേതാക്കളിൽ പ്രമുഖരാണ് ചാണ്ടി ഉമ്മനും രാഹുൽ മാങ്കൂട്ടവും. അവർക്കെതിരെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ തിരിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ഷോ നിർത്തണമെന്നാണ് മുതിർന്ന നേതാക്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്താണ് ഈ മുതിർന്ന നേതാക്കൾക്ക് യുവ നേതാക്കളെ ഭയമാണ്? അതെ, ഷോ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അതെന്താ, കോൺഗ്രസ് നശിക്കാനുള്ള ഒരു അവസരം കിട്ടിയപ്പോൾ പഠിക്കെ കൊണ്ടിട്ട് ഉടച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരിക്കലും നന്നാകാത്ത ഒരു പാർട്ടിയാണ്. ഇപ്പോൾ ഏറ്റവും വലിയ ഞാൻ നോക്കൂ, നമ്മളത് കണ്ടതാണ്. മരിച്ചു എന്നറിഞ്ഞപ്പോൾ തന്നെ അവിടേക്ക് രംഗത്ത് തൻ്റെ മണ്ഡലം അല്ലാതിരുന്നിട്ട്, പുതുപ്പള്ളിയുടെ ഭാഗമല്ല, കോട്ടയം എന്ന് പറഞ്ഞ ആർപ്പൂക്കര പഞ്ചായത്തിൽ ആണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ശരിക്കും അത് VN വാസവൻ്റെ മണ്ഡലമാണ്. എന്നിട്ട് പോലും അവിടെ ഓടിയെത്തി രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത ആളാണ് ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിയുടെ മകൻ. അദ്ദേഹം സ്ഥലത്തെത്തിയില്ലേ? VN വാസവൻ അവിടെ സ്ഥലത്തുണ്ടായതുകൊണ്ട് വന്നിട്ട് എന്താ അദ്ദേഹമാണ് ചെയ്തത്? ഏറ്റവും വലിയ ഡാമേജ്. ഇതിനടിയിലെങ്ങും ആരുമില്ല എന്ന് അദ്ദേഹം അങ്ങ് പറഞ്ഞു. അത് ഏറ്റു പറയാനാണോ? സൂപ്രണ്ട് പറഞ്ഞ ഏറ്റു പറയാനാണോ ഇദ്ദേഹം ഇരിക്കുന്നത്? നിങ്ങളുടെ എത്ര സഖാക്കൾ അവിടെ ഉണ്ട്, ആ പരിസരത്തുണ്ട്? നിങ്ങളുടെ ഒരു വലിയ കേന്ദ്രമാണ്. എത്ര സംഘടനകൾ ആ പരിസരത്തുണ്ട്? നിങ്ങൾക്കറിയാവുന്ന എത്ര പേരുണ്ട്? എത്ര സ്വാധീനമുള്ള വ്യക്തിയാണ് VN വാസവൻ അവിടെ നൽകുന്നത്? മെഡിക്കൽ കോളേജിൽ എന്തെല്ലാം പരിഷ്കാരങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നു. DYFI അവിടെ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട് സൗജന്യമായിട്ട്. VN വാസവൻ്റെ ആഭിമുഖ്യത്തിൽ അവിടെ സന്നദ്ധ പ്രവർത്തനം നടത്തുന്നുണ്ട്. അപ്പോൾ എത്ര വലിയൊരു സോഴ്സ് അദ്ദേഹത്തിന് അവിടെ ഉണ്ട്. ആരോടെങ്കിലും ഒന്ന് വിളിച്ചു വെച്ചിട്ട് ആരെങ്കിലും ഇതിൻ്റെ അടിയിലുണ്ടോ? നിങ്ങളൊന്ന് നോക്കുക, വാർഡുകളിലൊക്കെ എല്ലാവരും ഉണ്ടോ? ഒരൊറ്റ വാക്ക് ചോദിച്ചാൽ അറിയാൻ. അതിന് പകരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടായി, ഞങ്ങൾക്ക് 100 കൂട്ടം പണിയുണ്ട്. അതിനിടയ്ക്ക് അദ്ദേഹം പറഞ്ഞ ആരും കാണാൻ സാധ്യതയില്ല എന്നൊരു വാക്യം ഒന്ന് പറഞ്ഞു. പാവം നല്ല മനുഷ്യനാണ് അദ്ദേഹം. ഡോക്ടർ ജയകുമാർ നല്ല മിടുക്കനായ ഒരു ബിഷപ്പുരനുമാണ്, നല്ല മനുഷ്യസ്നേഹിയുമാണ്, അദ്ദേഹം പൊതുപ്രവർത്തകൻ. അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഛർദ്ദിച്ചതാണോ എടുത്ത് വരെ വിഴുങ്ങേണ്ടത്? അദ്ദേഹത്തിന് തെറ്റുപറ്റാം, പക്ഷെ നിങ്ങളൊരു മനുഷ്യസ്നേഹിയാണ്, അതിൻ്റെ MLA ആണ്. നിങ്ങളത് തിരുത്തി പറയണ്ടേ, അന്വേഷിച്ച് നോക്കണ്ടേ? ചുമ്മാ നോക്കി ആരും കാണില്ല എന്ന് ഊഹിക്കേണ്ടതാണോ? ഒരു കെട്ടിടം ഇടിഞ്ഞ് വീഴുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? ഒരു ശുചിമുറിയാണ്, എൻ്റെ പുറത്താവില്ല. അത് വലിയ കാര്യമുള്ള കാര്യമാണോ? നിങ്ങളുടെ CITUകാർ വിചാരിച്ചാൽ തന്നെ അത് പൊളിച്ചു നോക്കാൻ പറ്റുമല്ലോ. ഒരു ആംബുലൻസോടെ കയറി വരേണ്ട കാര്യമില്ല, അവിടേക്ക് ഒരു ബുൾഡോസറും കയറി വരേണ്ട കാര്യമില്ല. തന്നെയല്ല ശ്രീജിത്ത്, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു നിലവിളിയെങ്കിലും ഉണ്ടാവില്ലേ മരിക്കുന്നതിന് മുമ്പ്? മരണവെപ്രാളത്തിലുള്ള നിലവിളി, ആ ശബ്ദമെങ്കിലും ആരെങ്കിലും കേട്ടിരിക്കില്ലേ പരിസരത്ത്? ഒരു സെക്യൂരിറ്റി എങ്കിലും വേണ്ടതല്ലേ? നോക്കൂ, ഇങ്ങനൊരു കെട്ടിടം തകർന്നു കിടക്കുമ്പോൾ അവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ആ കെട്ടിടം അബാൻഡൻഡ് ആണെന്ന് എഴുതി വെക്കേണ്ട. റെയിൽവേ എഴുതുന്നത് പോലെ അങ്ങോട്ട് ആർക്കും പ്രവേശനമില്ലെന്ന് വെച്ചു. അല്ല, അവിടെ പോകുന്ന സാധാരണക്കാരല്ലേ, ഈ മന്ത്രിമാരും അവരുടെ കുടുംബാംഗങ്ങളൊന്നും ആ ഏരിയയിലേക്ക് തിരിഞ്ഞു നോക്കൂല. അതുകൊണ്ട് ആ സുരക്ഷ മതി. സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമാണ്. എത്ര പറഞ്ഞാലും ശ്രദ്ധിക്കുന്നില്ല. മയക്കുമരുന്നക്കാര് അവിടെ കയറി ഇറങ്ങും. ബലാത്സംഗങ്ങൾ പോലും ആ പരിസരത്തുണ്ടായിട്ടുണ്ട്. അവിടെ ഒരു സെക്യൂരിറ്റി, ശരിയായിട്ടൊരു സെക്യൂരിറ്റി ഇല്ല. ഇപ്പോൾ കാണാൻ സെക്യൂരിറ്റി ഉണ്ട്. എപ്പോഴേ കൂട്ടിരിപ്പുകാർ കയറി പോകുമ്പോൾ അവരെ അടിക്കാനും പിടിക്കാനും ഒക്കെ സെക്യൂരിറ്റി ഉണ്ടല്ലോ, നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. ഇതെന്താ, മനുഷ്യൻ്റെ ജീവൻ പോകുമ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഒരു സെക്യൂരിറ്റി വേണ്ടതല്ലേ? സാമൂഹ്യ വിരുദ്ധരിൽ നിന്ന് സ്ത്രീകളെ രക്ഷിക്കാൻ സെക്യൂരിറ്റി വേണ്ടതല്ലേ? അടിപ്പാത, റോഡിനടിയിൽ കൂടെ അടിപ്പാത ഉണ്ടെന്ന് എന്തൊരു കൊട്ടും കുരവിയും ഘോഷവുമായിരുന്നു VN വാസവൻ വന്ന് ഉദ്ഘാടനം ചെയ്തപ്പോൾ. ഇത് കേട്ടാത്തൊന്നും ലോകത്തിലെ ആദ്യത്തെ അടിപ്പാതയാണതെന്ന്. ശരിയാണ്, അത് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയല്ലേ അത് ചെയ്തത്. അതുപോലെ ഇന്ന് ചെറുതായിട്ട് എവിടെയെങ്കിലും ചെയ്തുകൂടെ? അത് കെട്ടിടം ഇടിഞ്ഞ് വീഴാൻ. അല്ല, അതെല്ലാം തുറന്നു കാട്ടാൻ ചാണ്ടി ഉമ്മന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് അങ്ങനെ തുറന്നു കാട്ടിയിട്ടും എന്തുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർക്ക്, നേതാക്കൾക്ക് അത് മനസ്സിലാകുന്നില്ല? അവർ ചാണ്ടി ഉമ്മനും രാഹുൽ മാങ്കൂട്ടത്തിനും എതിരെ തിരിഞ്ഞിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് അവിടുത്തെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവിടെ ഉണ്ട്, പുള്ളി ചിത്രത്തിലേക്ക് വന്നില്ല. അവിടെ ഏതൊരു പരിപാടി ഉണ്ടെങ്കിലും അത് ഉദ്ഘാടനം ചെയ്ത് കോട്ടയത്തുണ്ടെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇപ്പോൾ VN വാസവൻ ഇവിടെ വന്നിട്ട്, ഇവർ രണ്ടുമാണ് അവിടുത്തെ പ്രധാന ദിവ്യന്മാർ, സ്ഥലത്തെ പ്രധാന ദിവ്യന്മാർ. അപ്പോൾ ഷോ കാണിക്കാനുള്ള അവസരം ഇവർക്ക് രണ്ടുപേർക്കും കുറച്ച് നഷ്ടപ്പെട്ടു. ചാണ്ടി ഉമ്മൻ എന്ന് മാത്രമല്ല, ചാണ്ടി ഉമ്മൻ യുവരക്തമാണല്ലോ. അതുകൊണ്ട് വളരെ ഊർജ്ജസ്വലതയോടുകൂടി തടയേണ്ടവരെ തന്നെ ആംബുലൻസ് അങ്ങോട്ട് വരുന്നത്. അതിനകത്ത് ഒരാൾ മരിച്ചപ്പോൾ ജനങ്ങളുടെ പ്രതിഷേധം അദ്ദേഹത്തിൽ കൂടി പ്രതിഫലിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് കാണിച്ചില്ലെങ്കിൽ ചാണ്ടി ഉമ്മനെതിരെ പ്രതിഷേധിക്കുവാൻ. ചാണ്ടി ഉമ്മൻ മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിന് പക്വതയില്ലെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അത് ശരിയാ, കുറേയൊക്കെ. അതാണല്ലോ PV അൻവറിൻ്റെ വീട്ടിലേക്ക് രഹസ്യമായിട്ട് ജാരന്മാർ കയറി പോകുന്ന പോലെ പോയത്. നിപ്പയെക്കുറിച്ച് ശരിക്കും പഠിക്കാൻ ഇപ്പോൾ വന്ന് എല്ലാവരും മരിച്ചു എന്നൊക്കെ പറഞ്ഞ് അത് DYFIയുടെയും പിന്നെ കൈരളി ചാനലിൻ്റെയും കൈകൊണ്ട് അടി കിട്ടാനും ഒക്കെ ഇടയാക്കിയത്. ഇതൊക്കെ മോശം കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഞാൻ ചാണ്ടി ഉമ്മൻ്റെ കാര്യം, പക്ഷേ അദ്ദേഹം നന്നായിട്ട് അവിടെ പ്രവർത്തിക്കും എന്ന് മാത്രമല്ല, അദ്ദേഹം ഹോസ്റ്റൽ വാർഡിൻ്റെ
കഥ അറിഞ്ഞുകൊണ്ട് അവിടെ പോയി. എന്തൊരു ഹോസ്റ്റ്, എന്ത് മോശമായ സ്ഥിതിയിലാണത്. ഏത് നിമിഷവും ഇത് വേറൊരു അപകടം സംഭവിക്കാവുന്ന സ്ഥിതിയിലാണ്. അടിയന്തരമായിട്ട് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഈ കെട്ടിടത്തിനേക്കാൾ വലിയ ട്രാജഡി വരും. മെറിറ്റ് കിട്ടി, ഏറ്റവും മെറിറ്റ് കിട്ടിയ സ്റ്റുഡൻസ് വന്ന് പഠിക്കുന്ന സ്ഥലമാണ്. അവിടുന്ന് ബീഹാറിൽ നിന്ന് ഒരാളുണ്ടായിരുന്നു. അയാൾ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ ചാണ്ടി ഉമ്മനോട്? ബീഹാറിനേക്കാൾ മോശമാണ് ഇവിടുത്തെ സ്ഥിതി. ഇതൊക്കെ പറയിപ്പിക്കണോ നമ്പർ 1 എന്ന് പറഞ്ഞിട്ട്? ബീഹാർ 80ാം സ്ഥാനത്തേ ഉള്ളൂ, നമ്മൾ 1ാം സ്ഥാനത്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ സ്ഥിതി ഇതിലും മോശമായിട്ടുണ്ട് ഇപ്പോൾ നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ. നമ്മൾ അവരെ കൊണ്ടുപോലും ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നതാണോ? നമ്മുടെ നമ്പർ 1 എന്ന് പറഞ്ഞ് മന്ത്രി കസേരയിൽ ചാഞ്ഞിരുന്നാൽ മതിയോ? അത് മതിയോ? അപ്പം ചാണ്ടി ഉമ്മൻ അവിടെ രംഗത്ത് വന്നു. ആ ഷോ, ഇത്രയും ഷോ, ഫോട്ടോഷൂട്ട് ആർക്കും കിട്ടിയില്ല. അതിൻ്റെ അസൂയ മാത്രം ഒന്ന് കരുതിയാൽ മതി. ചാണ്ടി ഉമ്മൻ ഒരു ജനപ്രതിനിധിയെ പോലെ പ്രവർത്തിച്ചു എന്ന് മാത്രമല്ല, യൂത്ത് കോൺഗ്രസിൻ്റെ ആൾക്കാരെ അടിച്ചപ്പോൾ ചിലർ പുതുപ്പള്ളി പള്ളി കയറി വിളിച്ചു. അവിടെ ചെന്ന് പോലീസ് പിടിക്കാൻ ചെന്നപ്പോൾ അവിടെ ഇടപെട്ടു. അതല്ലേ ഒരു ജനപ്രതിനിധി ചെയ്യേണ്ടത്? അല്ല ജനങ്ങൾ കൂട്ടമായിട്ട് അങ്ങ് ആക്രമണത്തിന് ഇറങ്ങുകയാണോ ചെയ്യേണ്ടത്? അയാളുടെ പ്രതിനിധി ആ പ്രതിഷേധം കാണിച്ചില്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്നത് വിരിയാത്ത ഒരു മുട്ട, അത്രയേ ഉള്ളൂ. അച്ചടക്കമുള്ളൊരു പാർട്ടി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പ്രതിഷേധം ഉണ്ടാവുന്നിടത്ത് പ്രതിഷേധം ഉണ്ടാവണം. അതിനാണ് പ്രതിപക്ഷം എന്ന് പറയുന്നത്. അതിപ്പോൾ കോൺഗ്രസ് വേണ്ടത്ര ആ പ്രതിഷേധം കാണിക്കുന്നില്ല. CPM ആയിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? വമ്പിച്ച പ്രതിഷേധ ജ്വാലകൾ അവർ നാടെമ്പാടും ഉയർത്തിയേനെ. ദേശീയ വിഷയം മാത്രമല്ല, ആഗോള വിഷയമാക്കി പറ്റിയത്. മനസ്സിലായി? അപ്പോൾ അങ്ങനെ സ്ഥിതിയിൽ ശരിയായിട്ട് ചെയ്യാനുള്ളത് ചെയ്തു എന്ന് മാത്രമേ ഇവിടെ ചാണ്ടി ഉമ്മൻ അദ്ദേഹത്തെയൊക്കെ കുറ്റപ്പെടുത്തുന്ന, അദ്ദേഹത്തെയും ഡീമോറലൈസ് ചെയ്യും. ശരിയായ കാര്യം പറഞ്ഞ് ശശി തരൂരിനെ നിങ്ങൾ ഡീമോറലൈസ് ചെയ്യും. അതുപോലെ ചാണ്ടി ഉമ്മനെ ഡീമോറലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിണറായി വിജയനെ തന്നെ നിങ്ങൾ അടുത്ത പ്രാവശ്യം അധികാരത്തിൽ. ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ രീതിയിൽ ചാണ്ടി ഉമ്മൻ അവഗണിച്ചിരുന്നു. പക്ഷെ നിലമ്പൂർ വന്നപ്പോൾ കൃത്യമായി തന്നെ ചാണ്ടി ഉമ്മനെ ഉപയോഗിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. ശശി തരൂരിനെ അവിടെ ഉപേക്ഷിച്ചു. അങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയിൽ തന്നെയുള്ള നിധികളെ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ CPM-നെ സഹായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്ത്യ മുന്നണിയെ സഹായിക്കാൻ വേണ്ടിയാണോ ഇതെന്നുള്ളത് അറിയത്തില്ല. അത് നിങ്ങൾ CPM-നെ സഹായിക്കുന്നത് ഭസ്മാസുരന് വരം കൊടുത്തതുപോലെ തന്നെ ആയിത്തീരും. അല്ല, ഈ മുതിർന്ന നേതാക്കളുടെ ലക്ഷ്യമാണ് തങ്ങളുടെ കസേരയ്ക്ക് ഇളക്കം തട്ടുമെന്ന സംശയമുള്ളത് കൊണ്ടായിരിക്കുമോ യുവ നേതാക്കളെ ലക്ഷ്യമിട്ടിറങ്ങുന്നത്? കാരണം ഇനി തെരഞ്ഞെടുപ്പ് വരികയാണ്. തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും മന്ത്രിസ്ഥാനം വിജയിക്കുകയാണെങ്കിൽ മന്ത്രിസ്ഥാനമെല്ലാം വരുമ്പോൾ യുവ നേതാക്കൾക്ക് കൊടുത്താൽ ഈ മുതിർന്ന നേതാക്കൾക്ക് വലിയ ബുദ്ധിമുട്ടായി മാറുമല്ലോ. അത് ഒരു കാര്യമായിരിക്കാം. കാരണം അവർക്ക് അവിടെ തന്നെ ഇരിക്കണം. അവർ ശാഠ്യം കോൺഗ്രസിനെ നാശത്തിലേക്ക് നയിക്കും എന്നുള്ളതാണ്. ഇവ രക്തം വരണമെന്നുള്ളതാണ്. ഇപ്പം തന്നെ നോക്കൂ, ഇപ്പോൾ ഉടനെ ഈ DCC പ്രസിഡന്റുമാരാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞാൽ DCC പ്രസിഡന്റ് അവിടോട്ട് തിരിഞ്ഞു നോക്കിയോ? കോട്ടയം ജില്ല DCC പ്രസിഡന്റ് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയോ? കോൺഗ്രസിൻ്റെ എല്ലാ അധികാരവും DCC പ്രസിഡന്റുമാർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെയാണ് സണ്ണി തോമസിനെയൊക്കെ എടുത്ത് KPCC പ്രസിഡന്റായിട്ട് വെച്ചാണല്ലോ കുഴപ്പം. ഒരു DCC പ്രസിഡന്റ് തിരിഞ്ഞു നോക്കിയില്ല ഇവിടെ. നിങ്ങൾ വരാതിരുന്ന ആളുടെ കുറ്റം. അതിന് ചാണ്ടി ഉമ്മൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും തലയിൽ വെച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ വരണമായിരുന്നു അവിടെ ഫോട്ടോഷൂട്ട് കിട്ടണം. അതിന് ഇറങ്ങിയവരെ കുറ്റം പറയുക. നിങ്ങൾ എന്തിനാ പോയത്? അതൊക്കെ ഒരു ഹിമാലയൻ ബ്ലണ്ടറാണ് ഈ കോൺഗ്രസ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാധ്യമത്തിൽ മാത്രം വന്ന വാർത്തയാണിത്. അങ്ങനെയാണെങ്കിൽ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ പല നേതാക്കളും അത് തള്ളിയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ശരി, അത് നിപ്പയുടെ കാര്യം എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു നിപ്പ വന്ന് എല്ലാവരും ഭരിച്ചു. രമേശ് ചെന്നിത്തല അങ്ങനെ ഭരിച്ചില്ലല്ലോ. കണ്ടസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്. നിങ്ങൾ അതല്ല, നിങ്ങളുടെ ഫോക്കസ് അതല്ല. കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നതാണ്. നിപ്പ വന്ന് ഇപ്പോഴും ആൾക്കാർ ഭീതിയിലാണ്. അവിടെ ഒരു മെഡിക്കൽ അടിയന്തരാവസ്ഥയാണ് പാലക്കാട്ടും അതുപോലെ തന്നെ മലപ്പുറത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര പേര് ഭീതിയിലാണ്? ഡോക്ടർമാർക്ക് എത്ര പേര് റിസ്ക് എടുത്താണ് ഇപ്പോൾ ആശുപത്രിയിൽ പോകുന്നത്? നഴ്സുമാർ, റോഷനി എന്നൊരു നഴ്സ് മരിച്ചില്ലേ? അപ്പോൾ എത്ര പേരെ കൊലയ്ക്ക് കൊടുക്കണം? നിങ്ങളിതിൻ്റെ കാരണം ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ടോ? നിപ്പയുടെ ഏതിൽ നിന്ന് വരുന്നു ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ നിങ്ങൾ പരിഹരിക്കും? ഓരോ വർഷം ഇങ്ങനെ വന്നുകൊണ്ട് വടകെ മലബാറിലെ ജനങ്ങളെല്ലാം കഷ്ടത്തിലാവും. സെപ്റ്റംബറിലാണ് ഇതിൻ്റെ വവ്വാലെന്ന് പറയുന്നു, അതിൻ്റെ പ്രജനനം. പക്ഷേ ഇത് സെപ്റ്റംബർ ആയിട്ടില്ല, ജൂലൈ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ വേറെ ഏതെങ്കിലും സോഴ്സിലാണോ? മറ്റു രാജ്യം ബംഗാളിലുമൊക്കെ വന്നു, ഇത് ബീഹാറിലുമൊക്കെ വന്നു. അവർ കാരണം കണ്ടുപിടിച്ചു. ഇവിടെ കാരണം ഇവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. എന്തോ ആരോഗ്യവകുപ്പോ ഇത്? എന്തോ നമ്പർ 1 കേരളമായി? അതല്ലേ ചോദിക്കേണ്ടത്, അല്ലാതെ തിരുത്തുകയല്ലല്ലോ വേണ്ടത്. അതിൻ്റെ കണക്കോ സ്റ്റാറ്റിസ്റ്റിക്സോ ശരിയായിരിക്കാം. അദ്ദേഹം ഒരു ജേർണലിസ്റ്റ് അല്ലല്ലോ. അതല്ലല്ലോ അതിൻ്റെ പോയിന്റ്. എണ്ണം തെറ്റിപ്പോയി എന്നുള്ളതല്ലല്ലോ അതിൻ്റെ കണക്ക്. അത് നിസ്സാര കാര്യം. വലിയ കാര്യം നിപ്പയും കെട്ടിടം തകർന്ന് വീഴുന്നു ആരോഗ്യവകുപ്പിൻ്റെ അനാസ്ഥയുമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.